വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസിനെ കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെൻസെക്സും നിഫ്റ്റി 50യും ആണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റി 50യും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ സെൻസെക്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സെൻസെക്സും NSEയും BSEയും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല എന്ന്. NSEയും BSE എന്ന് പറയുന്നത് രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇത് രണ്ടും ബോംബെയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഷെയർസിൻ്റെ ട്രേഡിംഗ് നടക്കുന്നതെന്ന് പറയുന്നത്, അത് അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് നടക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഷെയർസ് എന്ന് പറഞ്ഞാൽ NSEയിലും വിൽക്കുന്നുണ്ടായിരിക്കാം, BSEയിലും വിൽക്കുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിരിക്കും, പക്ഷേ ചെറിയ ഡിഫറൻസ് ചിലപ്പം വരാറുണ്ട്. ചില സ്റ്റോക്കുകളിലാണെങ്കിൽ നല്ല ഡിഫറൻസും ചിലപ്പം വരാറുണ്ട്. പക്ഷേ എന്നാലും ഒരു ദിവസം അവസാനം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും. സെൻസെക്സ് എന്ന് പറയുന്നത് BSEയിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് 30 സെലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതുപോലെ നിഫ്റ്റി 50 എന്ന് പറയുന്നത് NSEയിൽ ട്രേഡ് ചെയ്യുന്ന 50 വലിയ കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെയുള്ളതാണ്. സെൻസെക്സിനെ നിഫ്റ്റി 50 നമ്മൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ സെൻസെക്സിനെയും നിഫ്റ്റി 50യും കാണുന്നത്. സോ സെൻസെക്സ് താഴോട്ട് പോവുകയാണെങ്കിൽ അല്ല നിഫ്റ്റി 50 താഴോട്ട് തന്നെ പോവുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയാണ് അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ എക്കോണമിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസിസ് ഉള്ളപ്പോഴാണ് ഇത് രണ്ടും താഴോട്ട് പോകുന്നത്. അതുമല്ലെങ്കിൽ ആ ഇൻഡെക്സിൻ്റെ അകത്ത് ഏതൊക്കെ കമ്പനീസ് ആണോ ആ കമ്പനീസ് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴായിരിക്കും ഈ രണ്ട് ഇൻഡെക്സസ് താഴോട്ട് പോകുന്നത്. സ്റ്റോക്ക് ഇൻഡെക്സസ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ട്. ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത സെൻസെക്സും നിഫ്റ്റി 50 എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സസ് ആണ്. അതിൽ സെൻസെക്സിൽ 30 കമ്പനീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, നിഫ്റ്റി 50യിലാണെങ്കിൽ 50 കമ്പനീസുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബെഞ്ച് മാർക്ക് ഇൻഡെക്സസ് കൂടാതെ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് ബേസ് ചെയ്തുള്ള ഇൻഡെക്സസ് ഉണ്ട്, സെക്ടോറൽ ഇൻഡെക്സസ് ഉണ്ട്, അതുപോലെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സസ് ഉണ്ട്. സെക്ടോറൽ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി IT ഉണ്ട്, നിഫ്റ്റി ബാങ്ക് ഉണ്ട്, നിഫ്റ്റി ഫാർമ ഉണ്ട്. നിഫ്റ്റി ITയിൽ IT കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി IT എന്ന് പറയുന്നത്. അതുപോലെ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ഒരു ഇൻഡെക്സ് ആണ്. അതിൽ HDFCയും ICICIയും യെസ് ബാങ്കും അങ്ങനെ ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് അതിൽ കാണുന്നത്. ഇനി മാർക്കറ്റ് ക്യാപ്പ് ബേസ് ചെയ്തുള്ള ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി മിഡ്ക്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്, BSE സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്, BSE മിഡ്ക്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്. അതിൽ സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ 1000 crore മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് താഴെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 crore താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ മിഡ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അതുപോലെ 10,000 crore മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ സെൻസെക്സിലോ നിഫ്റ്റി 50യിലോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്പനിയാണെങ്കിൽ അതിനെ നമ്മൾ ബ്ലൂ ചിപ്പ് കമ്പനി എന്നുമാണ് വിളിക്കുന്നത്. നാലാമത്തെ ടൈപ്പ് ഓഫ് ഇൻഡെക്സസ് ആണ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 ഒക്കെ. ഇതിലെന്ന് പറഞ്ഞാൽ നിഫ്റ്റി 100 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ടോപ്പ് 100 കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ആണ്. അതുപോലെ നിഫ്റ്റി 200 എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് 200 കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. അതുപോലെ നിഫ്റ്റി 500 എന്ന് പറയുന്നത് ലാർജസ്റ്റ് 500 കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. ഇതിൽ തന്നെ ചെറിയ കമ്പനിയും വലിയ കമ്പനിയും മീഡിയം കമ്പനിയും എല്ലാം കാണും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതേപോലുള്ള ഇൻഡിസസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ്. അതിന് മെയിൻലി 4 പർപ്പസ് ആണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും NSEയിലും BSEയിലും തൗസൻഡ്സ് ഓഫ് കമ്പനീസാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതേപോലൊരു ഇൻഡെക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനീസൊക്കെ താഴോട്ടാണോ മേലോട്ടാണോ പോകുന്നതെന്നുള്ളതിന് യാതൊരു ഐഡിയ നമുക്ക് ഔട്ട്സൈഡിൽ കിട്ടത്തില്ല. സോ അതിൽ നിന്ന് ഇപ്പോൾ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓവറോൾ ഒരു ട്രെൻഡ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന്. അങ്ങനെ ഒരു ഇൻഡെക്സ് ഇല്ലെങ്കിൽ ഒരു 5000 കമ്പനീസ് ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് 100 മേലോട്ടും ഒരു 100 താഴോട്ടും ബാക്കിയെല്ലാം അതേപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അറിയാനേ പറ്റത്തില്ല ഓവറോൾ മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പം ലാർജസ്റ്റ് കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെൻസെക്സ് കമ്പനീസ് എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ബ്ലൂ ചിപ്പ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ ഇപ്പം ഫാമയിലെ ഒരു കമ്പനിയാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിഫ്റ്റി ഫാമ ചെക്ക് ചെയ്താൽ മതി, ടോപ്പ് ഫാമ കമ്പനീസ് എല്ലാം അതിൻ്റെ അകത്ത് കാണും. അതുപോലെ ബാങ്കിങ് കമ്പനിയാണ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിഫ്റ്റി ബാങ്ക് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ ടോപ്പ് ബാങ്ക്സ് എല്ലാം അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എനിക്ക് ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൽ നിന്ന് എനിക്ക് സെലക്ട് ചെയ്താൽ മതി, ഈ പറയുന്ന 5000 കമ്പനീസും പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ് ഇൻഡിക്കേറ്ററാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പം കുറച്ച് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഇപ്പം HDFC ബാങ്ക് ഉണ്ട്, L&T ഉണ്ട്, അതുപോലെ ശോഭ ഡെവലപ്പേഴ്സ് ഉണ്ട്. സോ ഈ സ്റ്റോക്ക് എല്ലാം താഴോട്ട് പോവുകയാണെങ്കിൽ എനിക്കറിയത്തില്ല, ഒരു ഇൻഡെക്സ് ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല ഇത് ബാക്കി മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. സോ എനിക്കിപ്പം എൻ്റെ കയ്യിലിപ്പം HDFC ബാങ്ക് ആണെങ്കിൽ എനിക്കപ്പോൾ പോയി ചെക്ക് ചെയ്താൽ മതി നിഫ്റ്റി ബാങ്കിൻ്റെ ട്രെൻഡ് എന്തോ താഴോട്ടാണോ മേലോട്ടാണോ എന്ന്. സോ ആ ബാങ്ക് ഇൻഡെക്സ് താഴോട്ടാണെങ്കിൽ എൻ്റെ സ്റ്റോക്കും താഴോട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഓക്കെ ബാങ്കിങ് ഇൻഡെക്സ് താഴോട്ടാണ് അല്ലെങ്കിൽ ബാങ്കിങ് സ്റ്റോക്സ് എല്ലാം താഴോട്ടാണ് ട്രെൻഡ് എന്നുള്ളത്.
അതുപോലെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന വേറൊരു സ്റ്റോക്കാണ് ഇപ്പം ശോഭ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ എനിക്ക് പോയി നിഫ്റ്റി റിയൽറ്റി ഇൻഡെക്സ് ചെക്ക് ചെയ്താൽ മതി ഓവറോൾ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് എല്ലാം മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നത്. ഇപ്പം റിയൽറ്റി ഇൻഡെക്സ് മേളിലോട്ടും എൻ്റെ സ്റ്റോക്ക് താഴോട്ടും ആണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇൻഡെക്സ്, അതായത് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സിന് ഡിമാൻഡുണ്ട്, പക്ഷേ ശോഭ ഡെവലപ്പേഴ്സിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻവെസ്റ്റിംഗ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്ത്യയിലുള്ള മിക്ക ഫണ്ട്സും ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫണ്ട് മാനേജറിന് ഡിസൈഡ് ചെയ്യാം ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ എപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്നും അതുപോലെ ഒരെണ്ണത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വേറൊരുത്തോട് സെറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം ആ ഫണ്ട് മാനേജറിന് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ ഒരു പാസീവ്ലി മാനേജ് ഫണ്ട് ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ETF ഫണ്ട്സും അതുപോലെ ഇൻഡെക്സ് ഫണ്ട്സൊക്കെ. അതെന്ന് പറഞ്ഞാൽ അതിനൊരു ബെഞ്ച് മാർക്ക് കാണും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി 50യുടെ ETF-ലാണെങ്കിൽ അതിൻ്റെ ഫണ്ട് മാനേജറിന് ആ ഫണ്ട് കൊണ്ട് നിഫ്റ്റി 50യിലുള്ള കമ്പനീസിൽ അതിൻ്റെ അതേ പ്രൊപ്പോർഷൻസിൽ മാത്രമേ വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ. അതായത് നിഫ്റ്റി 50 10% കയറുവാണെങ്കിൽ എൻ്റെ ഈ ഫണ്ടും 10% കയറും. സോ ഈ ആക്റ്റീവ്ലി മാനേജ് ഫണ്ടും പാസീവ്ലി മാനേജ് ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിൻ്റെ അകത്ത് ഫണ്ട് മാനേജറിനൊരു എഫേർട്ടുണ്ട്, അതായത് ഏത് സ്റ്റോക്ക് വാങ്ങിക്കേണ്ട അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു പാസീവ്ലി മാനേജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു റിസർച്ചിൻ്റെ ആവശ്യമില്ല. ഈ സെൻസെക്സിനെയോ ഈ നിഫ്റ്റി 50യോ ട്രാക്ക് ചെയ്തിട്ട് ആ ചേഞ്ചസ് മാത്രം ഇവർക്ക് മോണിറ്റർ ചെയ്താൽ മതി. സോ അതും ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്തൊരു എഫേർട്ട് വരുന്നില്ല അവർക്ക്. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻഡെക്സ് ഫണ്ട്സിൻ്റെയും ETFസിൻ്റെയും എല്ലാം കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സ് ആയതുകൊണ്ട് അതിൻ്റെ ഏകദേശം 2% ആണ് ആനുവലി നമുക്ക് ചാർജ് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ 50 കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 പോയിൻറ്റ്സ് താഴോട്ട് പോകും, അടുത്ത ദിവസം 100 പോയിൻറ്റ്സ് മേലോട്ട് പോകും, അതുപോലെ സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യും, 20 പോയിൻറ്റ്സ് ഡൗൺ, 20 പോയിൻറ്റ്സ് അപ്പ്, ഇങ്ങനെയാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാനൊരു ചാർട്ട് കാണിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. സോ അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ മാത്രമേ അവർ കൗണ്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഏറ്റവും ലാർജസ്റ്റ് കമ്പനിയും 10% മൂവ് ചെയ്യുമ്പം നിഫ്റ്റി 10% മൂവ് ചെയ്യത്തില്ല. കാരണം ആ 10% മൂവ് ചെയ്ത കമ്പനിയുടെ 1% മാത്രമേ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഇൻഡെക്സിൽ കുറവായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ TCSും റിലയൻസും HDFC ബാങ്കുമാണ്. അതായത് ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ അപ്പം വെയിറ്റേജ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം HDFC ബാങ്കിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, അത് കഴിഞ്ഞ് റിലയൻസ്, അത് കഴിഞ്ഞ് HDFC, അത് കഴിഞ്ഞ് ITC, അത് കഴിഞ്ഞ് ഇൻഫോസിസ്, അത് കഴിഞ്ഞ് ICICI ബാങ്ക്, പിന്നെ ഉള്ളൂ TCS വരുന്നത്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 10%, TCSൻ്റെ അറൗണ്ട് 5%. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി മാസ്റ്റർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് എടുത്താണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെക്കുറിച്ചും സ്റ്റോക്ക് ഇൻഡെക്സിനെ കുറിച്ചും എല്ലാം കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സിനായിട്ട്. 72 സ്റ്റോക്ക് മാർക്കറ്റ് ടേംസും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോയും. അതിൽ ഞാൻ പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറഞ്ഞ മൂവി ബേസ് ചെയ്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും ആ 2 വീഡിയോസും കാണുക ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.